ഐ ലീഗിൽ ഇന്റർ കാശി എഫ്.സിയെ ചാമ്പ്യന്മാരായി പ്രഖ്യാപിച്ചു. തങ്ങളുടെ 3 പോയിന്റ് വെട്ടിക്കുറച്ചതിനെതിരെ നൽകിയ അപ്പീലിൽ അന്താരാഷ്ട്ര കായിക കോടതിയുടേതാണ് വിധി. ചർച്ചിൽ ബ്രദേഴ്സിനെ ലീഗ് ചാമ്പ്യന്മാരായി പ്രഖ്യാപിച്ച അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷന്റെ തീരുമാനം തള്ളി. നിധിൻ സേവ്യർ വിവരങ്ങൾ നൽകും. നിധിൻ, വിശദാംശങ്ങൾ. ഏറെ നീണ്ട നിയമയുദ്ധങ്ങൾക്ക് ശേഷമാണ് ഒടുവിൽ ഇക്കഴിഞ്ഞ പോയ ഐ ലീഗ് സീസണിൽ ഇന്റർ കാശി വിജയമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഐ ലീഗിൽ തങ്ങളുടെ 3 പോയിന്റ് വെട്ടിക്കുറച്ചതിനെതിരെ 2ാം സ്ഥാനക്കാരായ ഇന്റർ കാശി നൽകിയിരുന്ന അപ്പീലാണ് ഇപ്പോൾ അന്താരാഷ്ട്ര കായിക കോടതി ഇപ്പോൾ അനുവദിച്ച് നൽകിയിരിക്കുന്നത്. ഇതിലൂടെ ഇന്റർ കാശി ഈ ലീഗിൽ ഐ ലീഗിലെ ചാമ്പ്യന്മാരാകുകയും ചർച്ചിൽ ബ്രദേഴ്സ് 2ാം സ്ഥാനത്തേക്ക് മാറുകയും ചെയ്യും. ചർച്ചിൽ ബ്രദേഴ്സിനെ ലീഗ് ചാമ്പ്യന്മാരായി പ്രഖ്യാപിച്ചതിനെതിരെ നേരത്തെ ഇന്റർ കാശി ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ അപ്പീൽ കമ്മിറ്റിക്കടക്കം പരാതി നൽകിയിരുന്നെങ്കിലും ഈ പരാതി തള്ളിപ്പോയിരുന്നു. ഇതിനെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങളും അടക്കം ഇന്റർ കാശി എഫ്സിയിൽ നിന്ന് ഉണ്ടാവുകയും ചെയ്തു. അതിന് പിന്നാലെയായിരുന്നു ഇപ്പോൾ കോർട്ട് ഓഫ് ആർബിട്രേഷനിൽ ഇത്തരത്തിലൊരു പരാതിയുമായി അവർ പോയത്. ഏതായാലും ഇപ്പോൾ അനുകൂലമായ ഒരു വിധി വന്നിരിക്കുകയാണ്. ഒപ്പം തന്നെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ 3 ലക്ഷം രൂപയോളം ഈ നിയമയുദ്ധത്തിന് അല്ലെങ്കിൽ നിയമ നടപടികൾ ചെലവഴിച്ചതിന്റെ ഭാഗമായി 3 ലക്ഷം രൂപയോളം ഇന്റർ കാശിക്ക് നൽകണമെന്നും നാമധാരി എഫ്.സിയും ചർച്ചിൽ ബ്രദേഴ്സും ഓരോ ലക്ഷം രൂപ റിയൽ കാശ്മീർ എഫ്.സി 3 ഐ ലീഗ് ടീമുകളും ഓരോ ലക്ഷം രൂപ വീതവും ഇത്തരത്തിൽ ഇന്റർ കാശിക്ക് നിയമ പോരാട്ടത്തിന് അല്ലെങ്കിൽ ഇത്തരത്തിൽ നിയമപരമായി മുന്നോട്ട് പോയതിന്റെ ചിലവായി നൽകണമെന്നും ഇപ്പോൾ ഇത്തരത്തിലൊരു വിധി വന്നിട്ടുണ്ട്. എന്തായാലും വിധി വന്നയുടനെ സത്യമേവ ജയതേ എന്നാണ് ഇന്റർ കാശി ഇപ്പോൾ ആദ്യമായി പ്രതികരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ കുറെ നാളുകളായി ഐ ലീഗ് അവസാനിച്ചപ്പോൾ മുതൽ തന്നെ വലിയ തോതിലുള്ള നിയമ പോരാട്ടങ്ങൾക്ക് CAS കോടതിയിലടക്കം വലിയ നിയമ പോരാട്ടങ്ങൾക്ക് ഇന്റർ കാശി പോയിരുന്നു. അതിനൊടുവിലാണ് ഇത്തരത്തിൽ തങ്ങളുടെ 3 പോയിന്റ് ഒരു വിദേശ താരത്തെ സ്പാനിഷ് സ്ട്രൈക്കറെ ഡീരജിസ്ട്രേഷൻ ചെയ്തതിന്റെ കാരണത്തിലായിരുന്നു ഇത്തരത്തിൽ 3 പോയിന്റ് വെട്ടിക്കുറച്ചത്. നാമധാരി എഫ്.സിയുമായുള്ള മത്സരത്തിൽ തങ്ങളുടെ 3 പോയിന്റ് നൽകണമെന്ന് അല്ലെങ്കിൽ ആ മത്സരത്തിൽ രജിസ്ട്രേഷൻ ഇല്ലാത്തൊരു താരത്തെ കളിപ്പിച്ചു എന്നായിരുന്നു ഇന്റർ കാശിയുടെ പരാതി. എന്നാലും ആ പരാതിയിൽ ഇപ്പോൾ അന്താരാഷ്ട്ര കായിക കോടതിയുടെ വിധി വന്നിരിക്കുകയാണ്. ഇന്റർ കാശിയെ ഐ ലീഗിലെ ചാമ്പ്യന്മാരായി പ്രഖ്യാപിച്ചിരിക്കുന്നു. അന്താരാഷ്ട്ര കായിക കോടതിയുടേതാണ് വിധി. ഐ ലീഗിൽ ഇന്റർ കാശി എഫ്.സിയാണ് ചാമ്പ്യൻ.